വെൽക്കം ബാക്ക് ടു അവർ ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പാബ്ലോ നെരൂദ എഴുതിയ പൊയട്രി എന്ന് പറയുന്ന കവിതയുടെ അപ്രീസിയേഷനാണ്. വളരെ എളുപ്പത്തിൽ പഠിക്കാവുന്ന എന്നാൽ കുറച്ച് പ്രയാസമുള്ള ഒരു കവിതയാണ് പൊയട്രി. അപ്രീസിയേഷനിലേക്ക്. ദ ചിലിയൻ പോയറ്റ് നെഫ്താലിയോ റിക്കാർഡോ റെയ്സ് ബാസലോട്ട് വാസ് എ ഡിപ്ലോമാറ്റ് ആൻഡ് പൊളിറ്റീഷ്യൻ ആസ് വെൽ. He wrote using his pen name Pablo Neruda. ചിലിയൻ കവിയായിട്ടുള്ള പാബ്ലോ നെരൂദ, യഥാർത്ഥത്തിൽ അദ്ദേഹത്തിൻ്റെ പേര് നെഫ്താലിയോ റിക്കാർഡോ റെയ്സ് ബാസിലോട്ട് എന്നാണ്. അദ്ദേഹം ഒരു പൊളിറ്റീഷ്യനും ഡിപ്ലോമാറ്റുമായിരുന്നു. അദ്ദേഹം തൻ്റെ തൂലികാനാമമായി ഉപയോഗിച്ച പേരായിരുന്നു പാബ്ലോ നെരൂദ. ഇൻ ദ പോയം Poetry, the poet Pablo Neruda talked about poetry that arrived in search of him. He did not know where it come from or how or when. പോയട്രി എന്ന കവിതയിൽ പാബ്ലോ നെരൂദ പറയുന്നത് പോയട്രി അദ്ദേഹത്തെ തേടി വന്നു എന്നാണ്. എന്നാൽ അദ്ദേഹത്തിന് പോയട്രി എവിടെ നിന്നാണെന്നോ എങ്ങനെയാണെന്നോ എപ്പോഴാണെന്നോ അദ്ദേഹത്തെ തേടി വന്നതെന്ന് അറിയില്ല. ഹി ഡിഡ് നോട്ട് ഹിയർ എനി വോയിസ് സ്പീക്കിംഗ് ടു ഹിം. തന്നോട് ഒരു ശബ്ദവും സംസാരിക്കുന്നത് അദ്ദേഹത്തിന് കേൾക്കാൻ കഴിഞ്ഞില്ല. ഹി സേസ് ഹി വാസ് സമ്മൺഡ് അവേ ബൈ ആൻ ഇൻവിസിബിൾ ഫോഴ്സ് ആൻഡ് ദ പോയട്രി ടച്ച്ഡ് ഹിം. അദ്ദേഹം പറയുന്നത് ഒരു അദൃശ്യമായ ശക്തി അദ്ദേഹത്തെ വിളിച്ചു എന്നാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തെ വിളിച്ചു വരുത്തപ്പെട്ടു എന്നാണ്. പോയട്രി അദ്ദേഹത്തെ വന്ന് തൊടുകയായിരുന്നു. ദ തീം ഓഫ് ദ പോം ഈസ് എക്സ്റ്റാറ്റിക് ആൻഡ് ഇൻഎക്സ്പ്ലിക്കബിൾ എക്സ്പീരിയൻസ് ഓഫ് ദ പോയറ്റ് വെൻ ഹി വാസ് എംബ്രേസ്ഡ് ബൈ ദ പോയറ്റിക് ക്രിയേറ്റിവിറ്റി. ഈ കവിതയുടെ ആശയം എന്നത് സൗന്ദര്യ ആസ്വാദനമാണ്, അല്ലെങ്കിൽ അനിർവചനീയമായ കവിയുടെ അനുഭവമാണ്. അദ്ദേഹത്തിൻ്റെ സർഗശേഷി അദ്ദേഹത്തെ വന്ന് ആലിംഗനം ചെയ്തപ്പോൾ അതെങ്ങനെ വിവരിക്കണമെന്ന് അറിയാത്ത അവസ്ഥയാണ് ഈ കവിതയിൽ അദ്ദേഹം പറയുന്നത്. He had in his mind many ideas which he could not express effectively before he was blessed by the creativity. സർഗശേഷി അദ്ദേഹത്തിന് ലഭിക്കാതിരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ധാരാളം ആശയങ്ങളുണ്ടായിരുന്നു, പക്ഷെ അതെങ്ങനെ പ്രകടിപ്പിക്കണമെന്ന് അദ്ദേഹത്തിന് അറിയില്ലായിരുന്നു. By the arrival of poetry, though he could not utter words and his eyes become blind, he felt something started in his soul like a fever. കാവ്യം അദ്ദേഹത്തെ തേടി വന്നപ്പോൾ ഒരു വാക്ക് പോലും ഉച്ചരിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചില്ല. കണ്ണുകൾ അന്ധമായ പോലെയായിരുന്നു അദ്ദേഹത്തിന് തോന്നിയത്. എന്തോ തൻ്റെ ആത്മാവിനകത്ത് ജ്വലിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി. ഒരു പനിയെ പോലെ അദ്ദേഹത്തിന് അത് അനുഭവപ്പെട്ടു. He could make his own way to express his ideas and thoughts by deciphering the fire of poetry. തൻ്റെ ഉള്ളിലെ കാവ്യം എന്ന് പറയുന്ന അഗ്നിയെ അദ്ദേഹം വാക്കുകളാക്കി, സ്വന്തം ആശയത്തിൽ, സ്വന്തം ചിന്തകളിലാൽ അക്ഷരങ്ങളാക്കി മാറ്റാൻ ശ്രമിച്ചു. He wrote his first feeble, faint, substance-free line. വളരെ വിളറിയതും എന്നാൽ മങ്ങിയതുമായ ആദ്യ വരികൾ അദ്ദേഹം എഴുതി തുടങ്ങി. And suddenly the heaven opened up in front of him. അപ്പോൾ സ്വർഗം തൻ്റെ മുന്നിൽ തുറന്നതുപോലെ അദ്ദേഹത്തിന് അനുഭവപ്പെട്ടു. He could see everything from the planet to the shadows, fire, flowers, all that make the universe. അദ്ദേഹത്തിന് ഈ പ്രപഞ്ചത്തിലെ എല്ലാം കാണാൻ സാധിച്ചു. നിഴലുകൾ, അഗ്നി, പൂക്കൾ തുടങ്ങി ഈ പ്രപഞ്ചത്തിലെ എല്ലാത്തിനെയും അദ്ദേഹത്തിന് തിരിച്ചറിയാൻ സാധിച്ചു. By the arrival of poetic inspiration, his imagination became boundless. സർഗശേഷി അദ്ദേഹത്തിന് ലഭിച്ചതോടുകൂടി അദ്ദേഹത്തിൻ്റെ സങ്കല്പങ്ങൾ അതിരില്ലാത്തതുപോലെ വളർന്നു. Although he was an infinite small being, by the touch of poetry, he was suddenly elevated to the world of ecstasy. താൻ ഈ പ്രപഞ്ചത്തിലെ എത്രയോ ചെറിയൊരു ജീവിയാണെങ്കിലും കാവ്യം തന്നെ വന്ന് സ്പർശിച്ചപ്പോൾ അദ്ദേഹം ഈ ലോകത്തിൻ്റെ ഏറ്റവും ഉയർന്ന തലങ്ങളിലേക്ക് പെട്ടെന്ന് വളർന്നു വലുതായി. He felt about himself being pure part of abyss. അഗാധമായ ഗർത്തങ്ങളുടെ ഭാഗമാണ് താനെന്ന് അദ്ദേഹത്തിന് തോന്നി. To free to the wheel with the stars. നക്ഷത്രങ്ങളുടെ കൂടെ സ്വതന്ത്രമായി സഞ്ചരിക്കാൻ തനിക്ക് കഴിയുമെന്ന് തോന്നി. He describes the whole experience as his heart breaking loose on the wind. കാറ്റിൽ അലഞ്ഞ് തിരിയുന്ന മനസ്സുപോലെ, അല്ലെങ്കിൽ വളരെ പൂർണ്ണമായ സ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് പോലെ അദ്ദേഹത്തിന് തോന്നി എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇനി ഈ കവിതയിൽ ഉപയോഗിച്ചിരിക്കുന്ന ഫിഗർ ഓഫ് സ്പീച്ചുകൾ, പോയറ്റിക് ഡിവൈസുകൾ ഏതെല്ലാം എന്ന് നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. The poem is a free verse style of the poem. ഇതൊരു ഫ്രീ വേഴ്സ് ശൈലിയിൽ എഴുതിയ കവിതയാണ് എന്ന് പറഞ്ഞാൽ കൃത്യമായിട്ടുള്ള ഒരു റൈം സ്കീം നമുക്ക് പറയാൻ പറ്റില്ല.
പാഷൻ ഓർ എക്സ്റ്റസി ഈസ് ദ ടോൺ. ഈ കവിതയുടെ ടോൺ ആയിട്ട് പറയുന്നത് പാഷന് എക്സ്റ്റസിയാണ്. പോയിട്രി അറൈവ്ഡ് ഇൻ സെർച്ച് ഓഫ് ഹിം, the poet and touched him. Assuming poetry as a person, the poet devised personification, very aptly applied. കവിതയിൽ പേഴ്സോണിഫിക്കേഷൻ എന്ന് പറയുന്ന പോയട്രി ഡിവൈസ് ഉപയോഗിച്ചിട്ടുണ്ട്. കാവ്യം അദ്ദേഹത്തെ തേടി വന്നുവെന്നും അദ്ദേഹത്തെ സ്പർശിച്ചു ഒരു വ്യക്തിയെ പോലെ എന്നൊക്കെയാണ് പോയട്രി ഒരു വ്യക്തിയായിട്ടാണ് സൂചിപ്പിക്കുന്നത്. അതുകൊണ്ട് പേഴ്സോണിഫിക്കേഷൻ ഉപയോഗിക്കപ്പെട്ടിട്ടുണ്ട്. വിന്റർ, റിവർ എന്നീ രണ്ട് ടേമുകൾ റെപ്രസെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. വിന്റർ ഫ്രോസൺ ആയിട്ട്, അതുപോലെ റിവർ ഫ്ലോയിങ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടും ഇതിലെ കൺട്രാസ്റ്റീവ് ഇമേജുകളാണ്, അതായത് ഓക്സിമറോണുകളാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത്. ദ സെയിം വേ എക്സ്പ്രഷൻ ലൈക്ക് നോട്ട് വോയിസ്, നോർ സൈലൻസ്, പ്യുവർ നോൺസെൻസ്, പ്യുവർ വിസ്ഡം, ഇതൊക്കെ ഈ കവിതയിൽ ഉപയോഗിച്ചിട്ടുള്ള കൺട്രാസ്റ്റ് എന്ന് പറയുന്ന ലിറ്റററി ഡിവൈസിന് ഉദാഹരണങ്ങളാണ്. ദ പോയറ്റ് ഹാസ് നോട്ട് യൂസ്ഡ് എൻഡ് റൈം, ബട്ട് ഇൻസ്റ്റൻസ് ഓഫ് അസൊനൻസ് ദർ ഇൻ ദ ലൈൻ ഐ ഡോണ്ട് നോ ഹൗ ഓർ വെൻ. ഈ കവിതയിൽ റിതം ഇല്ല, റൈം സ്കീം ഇല്ല എങ്കിലും ഇതിൻ്റെ ഭാഷയ്ക്കകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം അസൊനൻസ് പോയിന്റ് ഉപയോഗിച്ചിട്ടുണ്ട്, അലിട്രേഷൻസ് ഉപയോഗിച്ചിട്ടുണ്ട്. വവൽ സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷനാണ് അസൊനൻസ് എന്ന് പറയുന്നത്. ഐ ഡോണ്ട് നോ ഹൗ, ഈ വേർഡ്സിൽ നമുക്ക് നോക്കിയാൽ അറിയാം മിഡിൽ സൗണ്ടുകളൊക്കെ വവലുകളാണ്. നോ, ഹൗ, ഡോൺ എന്നൊക്കെ പറയുന്ന ഓ സൗണ്ടുകളൊക്കെ അസൊനൻസുകളാണ്. കൂടാതെ അപ്ലിക്കേഷൻ ഓഫ് അലിട്രേഷൻ ക്യാൻ ബി സീൻ ഇൻ ദ ലൈൻസ്. അലിട്രേറ്റ് കൺസോണൻറ്റ് സൗണ്ട്സിൻ്റെ റിപ്പീറ്റേഷൻ നമുക്ക് കാണാൻ സാധിക്കും. ആൻഡ് സംതിങ് സ്റ്റാർട്ട് ഇൻ മൈ സോൾ, ഫീവർ ഓഫ് ഫോർഗോട്ടൻ വിങ്സ്, പ്ലാനറ്റ്സ് പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ. ഈ ലൈനിൽ സംതിങ് സ്റ്റാർട്ടഡ് സോൾ എന്നുള്ളത് എസ് സൗണ്ട്, കൺസോണൻറ്റ് സൗണ്ട്സ് എല്ലിൻ്റെ റിപ്പീറ്റേഷനും, ഫീവർ ഓഫ് ഫോർഗോട്ടൻ വിങ്സിൽ കോൺസോണൻറ്റ് സൗണ്ട്സ് എഫ് എൻ റിപ്പീറ്റേഷനും, പ്ലാനറ്റ് പാൽപിറ്റേറ്റിംഗ് പ്ലാന്റേഷൻ ഇതിൽ കോൺസോണൻറ്റ് സൗണ്ട്സ് പിയുടെ റിപ്പീറ്റേഷനും കാണാം. അതുകൊണ്ട് അലിട്രേഷൻ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ പോമിനെ കൺക്ലൂഡ് ചെയ്യാം. ഈ ഇമേജറി ഏതെല്ലാമാണ് ഇതിൽ ഉപയോഗിച്ചതെന്ന് പറഞ്ഞുകൊണ്ട്. ബൈ ദ ടച്ച് ഓഫ് ദ പോയിട്രി ദ വേൾഡ് ഓഫ് എക്സ്റ്റസി ഈസ് ഓപ്പൺ ദ മൈൻഡ് ഓഫ് പോയിറ്റ്. അങ്ങനെ കാവ്യത്തിൻ്റെ സ്പർശനത്തോടു കൂടി കലാസ്വാദനത്തിൻ്റെ ലോകം കവിയുടെ മനസ്സിൽ തുറക്കപ്പെട്ടു എന്നാണ്. ദ റെഫറൻസ് ടു ഫ്ലവേഴ്സ്, വയലന്റ് ഫയേഴ്സ്, branches of night, heaven, wings, planet, plantations, part of abbeys, ഇതെല്ലാം വളരെ മികച്ച വിഷ്വൽ ഇമേജുകൾ ഇതിൽ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ദ പെർഫെക്റ്റ് വിഷ്വൽ ഇമേജസ് ഓഫ് യൂണിവേഴ്സ് ഇൻ ദി ഇമാജിനേഷൻ ഓഫ് ദ റീഡേഴ്സ്. ഇപ്രകാരം ഈ കാവ്യത്തെ വളരെ മികച്ച ഇമേജറിയിലൂടെ സൗന്ദര്യാത്മകമായിട്ടുണ്ട്. ഇത്രയുമാണ് നമ്മൾ ഈ പോമിൻ്റെ അപ്രീസിയേഷനും പോയറ്റിക് ഡിവൈസും പറയുന്നത്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ബൈ ബൈ.